ഇതിനകത്ത് ഇപ്പൊ ഇന്ന് എന്താ ഇനി ചെയ്യാൻ കഴിയില്ല? ഉണ്ടായ സംഭവം തന്നെ അതിദാരുണമാണ്. വെളുപ്പാങ്കാലത്ത് ഈ പട്ടണത്തിൽ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം പറക്കാൻ പോകുന്ന വേസ്റ്റുകൾ എല്ലാം പറക്കാൻ പോകുന്ന ഒരു സാധാരണ ഒരു തൊഴിലാളിയാണ് ബഷീർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഭാര്യയും 5 മക്കളുമുള്ള ആളാണ്. ഏറ്റവും ദുർബലമായ ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിൽപ്പെട്ട ആളാണ്. ആൾ രാവിലെ വന്നപ്പോഴാണ് കാട്ടുപോത്തിൻ്റെ ആക്രമണം ഉണ്ടായത്. ഈ സ്പോട്ടിൽ തന്നെ നെഞ്ചെല്ലാം ആ പാവപ്പെട്ട മനുഷ്യൻ്റെ നെഞ്ചെല്ലാം കുത്തി പറിച്ച് എടുക്കുകയാണ് കാട്ടുപോത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അപ്പോൾ തന്നെ ബന്ധപ്പെട്ടവരെല്ലാം അറിയിച്ചു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ, DFO, പഞ്ചായത്ത് പ്രസിഡന്റ്, CCF വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നാട്ടുകാരെല്ലാം വലിയ പ്രതിഷേധത്തിലായിരുന്നു. കാരണം കൂടെ ഈ പോത്തുകളൊക്കെ ഇറങ്ങിപ്പോകുന്ന ഈ വഴിയിൽ വേണ്ടത്ര ജാഗ്രത നേരത്തെ കൂട്ടി കാണിക്കേണ്ടിയിരുന്നു എന്നുള്ള അഭിപ്രായങ്ങളൊക്കെ വന്നു. എന്നാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇവിടെ ഫെൻസിങ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ചു 2.5 കിലോമീറ്റർ ദൂരം. അതിൻ്റെ നടപടികൾ തിരഞ്ഞെടുപ്പ് വന്നതുകൊണ്ട് കുറച്ച് താമസിച്ചു. എന്നാൽ ഇപ്പോൾ അതിൻ്റെ ഫെൻസിംഗ് ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ ഫെൻസിങ് എല്ലാം കാട്ടാനകൾ ചവിട്ടി കളയുന്നതായിട്ടാണ് പറയുന്നത്. ഇത് ഈ ഫെൻസിങ് എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയൊരു സംവിധാനമുണ്ട്, ഹാങ്ങിങ് ഫെൻസിങ് എന്ന് വെച്ചാൽ തൂക്കിയിടുന്ന ഒരു ഫെൻസിങ്ങിന് കാട്ടാനയ്ക്ക് ചവിട്ടി പറിക്കാൻ കഴിയത്തില്ല എന്നുള്ള നിലയിലാണ് പൊതുവെ വിലയിരുത്തൽ. എന്നാൽ ഇവിടുത്തെ നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കുറച്ചുകൂടി ഫലപ്രദമായിരിക്കും ട്രെഞ്ച് എടുക്കുന്നത്, ആനക്കിടങ്ങെടുക്കണം എന്നുള്ള നിലയിലും അഭിപ്രായമുണ്ട്. എന്തായാലും വളരെ പെട്ടെന്നുള്ള ദിവസങ്ങളിൽ അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട DFO ഇവിടെ ഉണ്ട്, സംസാരിച്ച് ധാരണയാക്കിയിട്ടുണ്ട്. മരണപ്പെട്ട കുടുംബത്തെ അത് കാര്യമായി സഹായിക്കണം. കാര്യം സാധാരണ ഇപ്പോൾ ഫോറസ്റ്റ് കൊടുക്കുന്നത് 10 ലക്ഷം രൂപയാണ്. എന്നാൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ 4 ലക്ഷം കൂടെ ചേർത്ത് 14 ലക്ഷം രൂപ അത് കൊടുക്കാം. ഇന്നിപ്പോൾ CCF ബന്ധപ്പെട്ടപ്പോൾ 5 ലക്ഷം രൂപ ഇന്ന് തന്നെ കൊടുക്കാം എന്നുള്ള നിലയിൽ ഇപ്പോൾ ധാരണയായിട്ടുണ്ട്. അതിന് ചെക്ക് എഴുതാൻ വേണ്ടി DFO ആ മരിച്ച ആളിൻ്റെ വൈഫിൻ്റെ അഡ്രസ്സും മറ്റും ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങുന്നു. എന്നാൽ ഇനി തുടർന്ന് നമ്മൾ അവരോട് ആ കുടുംബത്തെ സഹായിക്കണം. ആ കുടുംബത്തെ സഹായിക്കുന്നതിന് വേണ്ടി ആ കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരു താൽക്കാലിക ജോലി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് കൊടുക്കാമെന്നുള്ള നിലയിൽ DFO സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ കൊടുക്കണം. 14 ലക്ഷം രൂപയ്ക്ക് അപ്പുറമായി ആ കുടുംബത്തെ ഫോറസ്റ്റായി ഇടപെട്ട് സഹായിക്കാൻ കഴിയാവുന്നിടത്തോളം സഹായിക്കണത്തി. കാര്യം ഒരു മനുഷ്യ ജീവിതം തകർന്നു പോയതാണ്. കുടുംബം വളരെ വലിയ പ്രാരാബ്ദമുള്ള കുടുംബമാണ്, 5 അംഗങ്ങളുള്ള കുടുംബമാണ്. തുടർന്ന് ഒരു കാരണവശാലും ഈ അനുഭവം ഉണ്ടാകാൻ പാടില്ല. അതിന് വളരെ മുൻകരുതലോടുകൂടി ഫോറസ്റ്റ് വകുപ്പ് ഇടപെടണം. വളരെ കൃത്യമായ നിലയിൽ ഈ ടൗണിലേക്ക് മനുഷ്യ വന്യമൃഗ സംഘർഷം ഉണ്ടാകാത്ത നിലയിൽ നല്ലതുപോലെ ഇടപെട്ടുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള നിലയിൽ CCF-നോടും DFO-യോടൊക്കെ ആവശ്യപ്പെട്ട് അതനുസരിച്ച് കൃത്യമായ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പിൻ്റെ